തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവി രാജിവെച്ചു. സ്വന്തം പഞ്ചായത്തിലെ പ്രസിഡന്റും 2 അംഗങ്ങളും കോൺഗ്രസ് വിട്ട് CPIM-ൽ ചേർന്നതാണ് ഇദ്ദേഹത്തിന് രാജി കാരണമായത്. ഈ രാജിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് പാലോട് രവി ഇപ്പോൾ രാജി കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഷെഫീദ് റാവുത്തർ നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഷെഫീദ്, യഥാർത്ഥത്തിൽ ഈ രാജിക്കാര്യം അദ്ദേഹം നമ്മോട് സ്ഥിരീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഒരു പരസ്യ പ്രതികരണത്തിന് താനില്ല എന്നും അദ്ദേഹം പറഞ്ഞെന്ന് പറയുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ പെരിങ്ങമല പഞ്ചായത്തിലെ പ്രസിഡന്റും 2 അംഗങ്ങളും ഉൾപ്പെടെ പാർട്ടി വിട്ട് CPIM-ൽ ചേർന്നത്. അത് ഈ പെരിങ്ങമല പഞ്ചായത്തിൽ കോൺഗ്രസ് ഭരണം നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് വഴിവെച്ചിരുന്നു. ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് DCC പ്രസിഡന്റ് പാലോട് രവി സംസ്ഥാന നേതൃത്വത്തിന് കത്തയച്ചിട്ടുള്ളത്. പക്ഷേ നേതൃത്വം ആ രാജി ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ നിൽക്കുകയാണ്. സ്വാഭാവികമായും അങ്ങനെ ഒരു സാഹചര്യത്തിൽ രാജിയിലേക്ക് പോകുന്നത് ഭൂഷണമാകില്ല. പ്രത്യേകിച്ച് തലസ്ഥാന ജില്ലയിലെ കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ്, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പാർട്ടി മാറിയതിന്റെ പേരിൽ രാജിവെക്കുന്നത് ഗുണകരമാകില്ല എന്നുള്ളൊരു വിലയിരുത്തൽ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വം ഇപ്പോൾ DCC പ്രസിഡന്റ് പാലോട് രവിയുടെ രാജി അല്ലെങ്കിൽ രാജിക്കത്ത് അത് അംഗീകരിക്കാത്തത് സ്വാഭാവികമായും ഈ വിഷയത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെക്കും. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസിൽ ഉടലെടുത്തിരുന്ന പ്രശ്നങ്ങൾ, അത് ലോക്സഭാ സീറ്റ് നിർണയം അടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തർക്കങ്ങൾ ജില്ലാ കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ രാജി തീരുമാനത്തിന് സമ്മർദ്ദപ്പെടുത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ഒരു അന്വേഷണം സ്വാഭാവികമായും സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കളടക്കം തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിരുന്നിട്ടും ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പാലോട് രവി പോയത് എന്ത് സാഹചര്യം എന്നുള്ളത് ഗൗരവമായി പരിശോധിക്കുക, അതല്ലെങ്കിൽ വിശദമായി പരിശോധിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും വലിയ ഞെട്ടലിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉള്ളത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ കോൺഗ്രസ് പ്രവർത്തകർ, സംസ്ഥാന കോൺഗ്രസിലെ എല്ലാ പ്രധാനപ്പെട്ട പരിപാടികൾക്കും ചുക്കാൻ പിടിക്കുന്ന ഒരു നേതാവ്, ആ നേതാവിന്റെ രാജി, അതായത് DCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്നുള്ള രാജി, സ്വാഭാവികമായും അത് വലിയ തരത്തിൽ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ ദിവസമാണ് പെരിങ്ങമല പഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം തിരുവനന്തപുരം CPM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള B ജോയുടെ നേതൃത്വത്തിൽ ഈ മേട്ടുക്കടയിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തി പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. അത് അന്ന് തന്നെ വലിയ തരത്തിലുള്ള ചർച്ചയായിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വന്തം പഞ്ചായത്തിലെ പ്രസിഡന്റും 2 അംഗങ്ങളും രാജിവെച്ചതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവി ഈ രാജി കൊടുത്തിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന് ഇതിൽ എന്തുമാത്രം റോളുണ്ട് ഈ പഞ്ചായത്ത് പ്രസിഡന്റെയും 2 അംഗങ്ങളുടെയും രാജിയിൽ എന്നുള്ള കാര്യം അറിയണം. ധാർമ്മിക ഉത്തരവാദിത്തത്തിനപ്പുറം ഈ പാലോട് രവിക്ക് എന്ത് കാര്യമാണ് ഇതിലുള്ളത്? കാരണം അദ്ദേഹത്തിൻ്റെ രാജി അപ്രതീക്ഷിതമാണ്. തീർച്ചയായിട്ടും കോൺഗ്രസ് ക്യാപ്പുകളിൽ ഒരു നടുക്കമുണ്ടാക്കുന്ന രാജിയാണ്. പ്രത്യേകിച്ച് തലസ്ഥാന ജില്ലയിലെ പ്രസിഡന്റ് എന്നുള്ള നിലയിലും കോൺഗ്രസിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളുമായ പാലോട് രവിയുടെ രാജി തീർച്ചയായിട്ടും ഇവരെ കിന്നരാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ മ്ലാനത DCC ക്യാമ്പിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അലക്സ് റാം മുഹമ്മദ് കൂടി വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അലക്സ് റാം, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ രാജി പിൻവലിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നെയ്യാറ്റിൻകര സനലിനു പിന്നാലെ, നെയ്യാറ്റിൻകര സനലായിരുന്നു പാലോട് രവിക്ക് മുമ്പ് തിരുവനന്തപുരം DCC അധ്യക്ഷൻ. അദ്ദേഹത്തിന് ശേഷം പാലോട് രവിയുടെ പേരിലേക്ക് ആ DCC അധ്യക്ഷ പദവി എത്തുന്നത് K സുധാകരൻ നേരിട്ടെത്തിക്കുന്നതാണ്. അത്തരത്തിൽ പാലോട് രവിയെ ഈ പ്രധാനപ്പെട്ട ജില്ലയായ തലസ്ഥാന ജില്ലയുടെ തന്നെ അമരക്കാരനായി കൊണ്ടുവന്ന് അത് കോൺഗ്രസിന് അനുകൂലമായി നീക്കും, KPCC-ക്ക് അടക്കം അത് അനുകൂലമായി നിൽക്കുമെന്നൊരു കണക്കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ തന്നെ പ്രസിഡന്റ് ആക്കുന്നതും ആ തരത്തിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതും. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ വിഷയമെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പ്രാദേശിക പുനഃസംഘടന നടന്നിരുന്നു. ആ പുനഃസംഘടനയിൽ കാര്യമായ പരാതികൾ ജില്ലയിൽ ഉടനീളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകർ അടക്കം പറയുന്നത്. അത്തരത്തിലുള്ളൊരു വിഷയമാണ് പെരിങ്ങമലയിൽ കഴിഞ്ഞ ദിവസം ഈ പെരിങ്ങമല പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനു മടത്തറ അടക്കമുള്ള 3 പേർ CPM-ൽ ചേരാൻ കാരണമായത്. പെരിങ്ങമല പഞ്ചായത്ത് പ്രസിഡന്റും DCC അംഗവുമായ ഷിനു മടത്തറ, ഒപ്പം അംഗമായ കലൈപുരം അൻസാരി, M ഷഹനാസ് എന്നിവരാണ് ഇന്നലെ തിരുവനന്തപുരത്തെ കാട്ടായിക്കുളം ശ്രീധർ എന്ന CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയ് കൈപിടിച്ച് അവരെ CPM-ലേക്ക് ചേർത്തത്. അതോടുകൂടി പെരിങ്ങമല പഞ്ചായത്തിൻ്റെ ഭരണം UDF-ന് നഷ്ടപ്പെടുകയും ചെയ്തു. വലിയ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് നീങ്ങിയത്. മാത്രമല്ല, ഈ പ്രാദേശിക വിഷയം ഇവർ ഉയർത്തിയിട്ട്, പ്രത്യേകിച്ച് ഈ നേതാക്കൾ ഷിനു മടത്തറ, ഒപ്പം ഷിനു മടത്തറ നേരത്തെ CPM-ൽ നിന്ന് വന്ന നേതാവാണ്. അതുമാത്രമല്ല, മറ്റു നേതാക്കൾ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരാണ്, പ്രാദേശിക നേതാക്കളാണ്. അവർക്ക് പുനഃസംഘടനയിൽ കാര്യമായ പ്രാതിനിധ്യം ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. അതുണ്ടായില്ല എന്നുള്ളതാണ് അവരിൽ നിന്നും ഉള്ള വൃത്തങ്ങൾ നൽകുന്ന സൂചന. അത്തരത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഇത് നീണ്ട നാളായി തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിന്നിരുന്നു. ആ വിഷയങ്ങൾ പരിഹരിക്കാൻ ജില്ലാ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് പാലോട് രവിയുടെ ഭാഗത്ത് നിന്ന്
ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ആരോപണം. പക്ഷേ പാലോട് രവിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് ഇത്തരത്തിലൊരു പരാതി DCCക്ക് ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുള്ളതായ ഒരു പരാതി ലഭിച്ചിട്ടില്ല, അങ്ങനെയെങ്കിലല്ലേ അത് പരിശോധിക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. എന്താണെങ്കിലും ഈ പെരിങ്ങമല പഞ്ചായത്തിൻ്റെ ഭരണം നഷ്ടപ്പെട്ടത്, ഒപ്പം ഈ 3 പേർ, പ്രധാനപ്പെട്ട 3 നേതാക്കൾ ഈ പഞ്ചായത്തിൽ ഈ കോൺഗ്രസ് വിട്ട് CPM-ൽ ചേർന്നതും ഇതെല്ലാം വലിയ നടുക്കം ജില്ലാ കോൺഗ്രസിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് താൻ രാജിവെക്കുന്നതായാണ് പാലോട് രവി ഇപ്പോൾ KPCC അധ്യക്ഷനെ അറിയിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും KPCC അധ്യക്ഷൻ ഈ രാജി സ്വീകരിച്ചിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. SK അലക്സ് റാം മുഹമ്മദ്, ഒരു കാര്യം കൂടി, അതായത് അദ്ദേഹത്തിൻ്റെ ഈ രാജി പിൻവലിപ്പിക്കാനുള്ള നീക്കം ഈ കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്നുണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് VD സതീശൻ, KPCC പ്രസിഡന്റ് K സുധാകരൻ തുടങ്ങിയ ആളുകളുടെ പ്രേരണ ഉണ്ടാകുന്നുണ്ടോ? അവരുടെയൊക്കെ ഒരു അഭിപ്രായം എന്താണെന്ന് നമുക്ക് ഇന്ദിരാഭവനിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? SK സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ രാജി പിൻവലിക്കാനുള്ള നീക്കം KPCC നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകും. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന ഒരു സമയമാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം, അതുപോലെ ഈ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളൊക്കെ ജില്ലയുടെ പലയിടങ്ങളിലും പുരോഗമിക്കുന്ന ഒരു ഘട്ടമാണ്. സമരാഗ്നി, അവരുടെ കോൺഗ്രസിൻ്റെ ജാഥ ഈ ജില്ലയിലേക്ക് അല്ലെങ്കിൽ ഇവിടേക്ക് എത്തും. 29 ഇവിടെയാണ് സമാപിക്കുന്നത്. ആ പ്രവർത്തനങ്ങളെല്ലാം ഈ രാജി ബാധിക്കും എന്നുള്ള കാര്യം കോൺഗ്രസിന് കൃത്യമായി തന്നെ അറിയാം. KPCCയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ ഈ രാജി പിൻവലിക്കാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ രാജിയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രതികരണം നടത്താൻ KPCC നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. ഓക്കെ, താങ്ക് യു. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.